ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റെയർ കേസിൻ്റെ വീഡിയോ ആണ്. വുഡ് ആൻഡ് സ്റ്റീൽ കോമ്പിനേഷനിൽ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഇനോയ്. നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നിന്നാണ് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഭാഗം. നമ്മുടെ സ്റ്റെയർ സൈഡ് വ്യൂ വരുന്നത് സിഗ്സാഗ് മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റെയർ കേസിൻ്റെ റേസറും സ്റ്റെപ്സും നമുക്ക് സിഗ്സാഗ് മോഡലിൽ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 45 ഡിഗ്രി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അത് ജോയിൻറ്റ് ചെയ്തെടുക്കുക. നല്ല നിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് അതിന് ജോയിൻറ്റ് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ അതിന് വളവ് വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഒരെണ്ണം ചെയ്തെടുത്തിട്ട് അതിന് മുകളിൽ വെച്ച് മറ്റൊന്നും കൂടി ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും അളവിൽ വ്യത്യാസമില്ലാതെ നമുക്ക് കിട്ടും. ഫസ്റ്റ് ലാൻഡിങ് വരെയുള്ള ഭാഗം നമുക്ക് ആദ്യം പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഭിത്തിയിൽ ലാൻഡിങ്ങിൻ്റെ അളവ് എടുത്ത് മാർക്ക് ചെയ്യുക. വാട്ടർ ലെവൽ മാർക്ക് ചെയ്തതിന് ശേഷം ആങ്കർ ബോൾട്ട് ഇട്ട് വേണം അത് പിടിപ്പിക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 10-ൻ്റെ ആങ്കർ ബോൾട്ടാണ്. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ലെവൽ ഉപയോഗിച്ച് ലെവൽ ചെയ്തതിന് ശേഷം ഫ്ലോറിൽ പിടിപ്പിച്ചിരിക്കുന്ന പൈപ്പുകളിലേക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാം. ഇനി മുകളിലേക്കുള്ള ബീം പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുകളിലും അതുപോലെ നമ്മൾ ആങ്കർ ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ്. ഇത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ, സ്റ്റെപ്പിൻ്റെ അളവുകൾ കറക്റ്റായില്ലെങ്കിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും കറക്റ്റായിട്ട് സ്റ്റെപ്പും റേസറും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലതായിരിക്കുള്ളൂ. ഇനി നമുക്ക് പിടിപ്പിക്കേണ്ടത് മുകളിലെ സ്റ്റെപ്പിൻ്റെ ഭാഗമാണ്. ഇത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1 ഇഞ്ച് സ്ക്വയർ ട്യൂബ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1.25 ഇഞ്ച് ട്യൂബുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയും കൂടി ബലം ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഇവിടെ 80 സെൻറ്റിമീറ്റർ വീതിയിലാണ് സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ഇഞ്ചിൻ്റെ ഉപയോഗിച്ചിട്ടുള്ളൂ. 90 സെൻറ്റിമീറ്ററിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ 1.25 ഇഞ്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റെപ്പുകൾ ബീമിൽ നിന്നും 10 സെൻറ്റിമീറ്റർ തള്ളി നിൽക്കുന്ന വിധത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി മുകളിലത്തെയും താഴത്തെയും സ്റ്റെപ്പുകൾ വെൽഡ് ചെയ്തതിന് ശേഷം ഒരു മുഴക്കോൽ ഉപയോഗിച്ചിട്ട് ബാക്കി എല്ലാ സ്റ്റെപ്പുകളും ഒരേപോലെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും വ്യത്യാസമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അത് നന്നായിട്ട് വെൽഡ് ചെയ്യുക. ടാക്കിങ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായെന്ന് വരില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ വെൽഡ് ചെയ്യുക. അപ്പോൾ ഒട്ടും ഒരു അനക്കം പോലും ഇല്ലാതെ നമുക്കിത് കിട്ടും. ഇനി ഇതിൽ നമുക്ക് ഹാൻഡ് റെയിലിൻ്റെ വർക്കാണ് ചെയ്യാനുള്ളത്. ഒരു സിമ്പിളായിട്ടുള്ള ഹാൻഡ് റെയിലാണ് ചെയ്യുന്നത്. 2 ഇഞ്ച് സ്ക്വയർ ട്യൂബാണ് അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കോർണറുകൾ വളയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ 4 ഇഞ്ച് ഗ്യാപ്പിലും നമ്മൾ 3 mm to 4 mm വരെ തിക്നെസ്സിൽ കട്ട് ചെയ്താണ് ഇത് ചരിച്ചെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ നീളം നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഏരിയയിൽ വെച്ച് നമുക്കിത് വളച്ചെടുക്കണം. ഇത് സിമ്പിളായതുകൊണ്ട് തന്നെ കാണാൻ ഭംഗിയായിരിക്കും. പക്ഷേ ഇതിനൊരു ന്യൂനത കൂടിയുണ്ട്. ചെറിയ കുട്ടികളുള്ള വീട്ടിലേക്ക് ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവന്മാർ ഇതിലുണ്ട് ഉള്ളിൽ കൂടി ചാടി താഴത്തിറങ്ങി പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം ഇത് ചെയ്യാം. എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളൊക്കെ വലുതായതുകൊണ്ട് ആ ഒരു ഇഷ്യൂ വരുന്നില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് സിലിക്കോൺ ഉപയോഗിച്ചിട്ട് ആദ്യം വുഡ് അതുപോലെ ഒട്ടിക്കുക. അതിനുശേഷം സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സിലിക്കോൺ ഇപ്പോൾ വെതർ സിലിക്കോൺ ബ്ലാക്കാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. സിലിക്കോൺ ഇടാതെ സ്ക്രൂ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കയറി നടക്കാൻ നേരത്ത് ഞെരുങ്ങണ പോലത്തെ ഒരു സൗണ്ട് കേൾക്കാൻ, കിറുന്നുള്ളൊരു സൗണ്ട് കേൾക്കാൻ സാധ്യതയുണ്ട്. വുഡ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പൈൻ വുഡാണ്. അത് വരുന്നത് 11 ഇഞ്ച് വീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കോർണറിൽ വരുന്ന പീസുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്തിട്ട് വേണം ആ കോർണർ പീസുകൾ ചെയ്യാനായിട്ട്. അത് ഓൾറെഡി ഞാൻ ജോയിൻറ്റ് ചെയ്ത് പോളിഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പൈൻ വുഡ് പല നീളത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. 4 അടി, 6 അടി, 8 അടി, 10 അടി, അങ്ങനെ ഒരുപാട് നീളത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ വീതിയുടെ അനുസരിച്ച്, സ്റ്റെപ്പിൻ്റെ നീളത്തിനനുസരിച്ചൊക്കെ നമുക്ക് അത് നോക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റെപ്സിൻ്റെ സൈഡ് ഉരുട്ടിയ രീതിയിലാണ് വരുന്നത്. ആ രീതിയിലുള്ളത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകം ഉരുട്ടേണ്ടതിൻ്റെ ആവശ്യകതയില്ല. ഇതിൽ നമ്മൾ സ്ക്രൂ ഉപയോഗിച്ചിരിക്കുന്നത് 1.5 ഇഞ്ച് സ്ക്രൂസാണ്. 1 ഇഞ്ചാണ് പൈപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. 1/2 ഇഞ്ച് പലകയിലേക്ക് തുളഞ്ഞു കയറുന്ന വിധത്തിലാണ്. പലക വരുന്നത് 3/4 ഇഞ്ചാണ്. അപ്പോൾ ഒരു കാരണവശാലും അത് തുളഞ്ഞ് അപ്പുറത്ത് വന്ന് കാലേ കൊള്ളാനൊന്നും സാധ്യതയില്ല. സേഫ്റ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. സ്റ്റെപ്പുകളെല്ലാം ഓൾറെഡി നേരത്തെ പോളിഷ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ
സ്ക്രൂ ചെയ്യുന്നത്. അതായിരിക്കും കൂടുതൽ എളുപ്പം. ഈ സ്റ്റെപ്പ് ചെയ്ത ശേഷം പിടിപ്പിച്ചതിന് ശേഷം പോളിഷ് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ മുറികളിലൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ പൊടിയും ഭയങ്കര ശല്യമായിരിക്കുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കുകൾ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ നമുക്ക് സാധിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വർക്കിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഞങ്ങളുടെ ഇനിയുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കും അതൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.